പിന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ്. അത് കറക്റ്റ് എഡിറ്റ് ചെയ്തുമാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളെ കാണിക്കുന്നില്ല. അവർക്ക് എങ്ങനെ ഇപ്പം ഇതിലെ കണ്ടസ്റ്റൻസ് ഒരു രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ബിഗ് ബോസിൻ്റെ ഷോ കൊണ്ടുപോകുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഗെയിമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മളെ കാണിക്കാതെ മറച്ച് കളയുന്നുണ്ട്. അതിന് ഏക ഉദാഹരണം സിബിൻ പറഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയോ, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സത്യമാണ്. ഇപ്പോൾ അവർക്ക് ഒരാളിനെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ അസുഖമാണ് അല്ല ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇങ്ങനെ വേറെ രീതിയിൽ വേറെ ലെവലിലേക്ക് ആ ഒരു കാര്യത്തിനെ ആക്കിയിട്ടാണ് പ്രസന്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. നമ്മളെ ശരിക്കും പൊട്ടരാക്കുകയാണ് ബിഗ് ബോസ്. നമ്മളെ നല്ല രീതിയിൽ പൊട്ടരാക്കുകയാണ്. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേളിലേക്ക് സ്വാഗതം. അഖിൽ മാരാരുടെ ലൈവ് വന്നിരുന്നു. അപ്പം ചെറിയൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അഖിൽ മാരാർ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഖിൽ മാരാർ പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പലരും പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത്, നിങ്ങളെല്ലാവരോടും എന്തിനാണ് ഏത് നേരവും ഈ ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നത്? ഉള്ള സകലമായ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഹൗസിലുള്ള വ്യക്തികളാണെങ്കിലും എല്ലാവരും എന്തിനാണ് ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? കുളിക്കാതെ നനയ്ക്കാതെ ഒരു വീർവൃത്തിയില്ലാത്ത ഈ പെണ്ണിൻ്റെ പുറകെ എന്തിനാണ് എല്ലാവരും നടക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് പോയിന്റ് അല്ലേ? അവരെ സംബന്ധിച്ച് ഒരു ഷോ കംപ്ലീറ്റ് ജാസ്മിൻ ഗബ്രി എന്ന ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നല്ല ഗെയിമേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഈ ജനങ്ങൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? കെട്ടിപ്പിടിക്കുന്നു, അവരെ നേരം കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കൈ കടിക്കുന്നു. എന്തിനാണ് ഒരാണും പെണ്ണും ചേർന്നിരുന്നാലും കെട്ടിപ്പിടിച്ചാലും എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ കുറേ പേര് ന്യായീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ ഒരു പയ്യനുമായിട്ട് കമ്മിറ്റഡ് ആണ്. എന്നിട്ട് ഷോയിൽ വന്നിട്ട് വേറൊരു പയ്യനുമായിട്ട് റിലേഷൻ വെച്ചപ്പോൾ അതിനെയാണ് എല്ലാവരും അതുകൊണ്ടാണ് ജാസ്മിനെ വെറുക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത് ന്യായീകരണം. ഓക്കെ, ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഓൾറെഡി മനസ്സിലാക്കി, കംപ്ലീറ്റ് ജനങ്ങളുടെ മനസ്സിലും ജാസ്മിൻ നെഗറ്റീവ് ആയെന്ന് ജാസ്മിൻ മനസ്സിലാക്കി. അപ്പോൾ ഇനി ചെയ്യേണ്ട ഔട്ട് ആവുകയല്ല, അവിടെ നിന്ന് ഇനിയുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ് വെളുപ്പിക്കുക. അവളെ എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം വെളുപ്പിക്കുക എന്നാണ് ജാസ്മിൻ്റെ ഇനിയുള്ള ഗെയിം. അതായത് എല്ലാ കുറ്റങ്ങളും ഗബ്രിയിലേക്ക് വെക്കുക, ഗബ്രിയെ എല്ലാവരും വെറുക്കുക. ഗബ്രി മുഖാന്തരമാണ് ജാസ്മിൻ ഇങ്ങനെയെല്ലാം കേൾക്കേണ്ടി വന്നത് എന്ന രീതിയിലേക്ക് ഗെയിം തിരിച്ചു വിടുകയാണ് ഇപ്പോൾ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജനങ്ങളെയാണേലും വീട്ടുകാരെയാണേലും സ്നേഹിക്കുന്നവരാണേലും എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്നെപ്പോലും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി പറയുകയാണ്. അത് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ മൈൻഡാലോ, എനിക്ക് ആരോടും ഒരു സ്നേഹമില്ല, എല്ലാവരെയും ഞാൻ വഞ്ചിക്കുകയാണ്. അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൈസയ്ക്ക് മാത്രമാണ്, വ്യക്തിബന്ധത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ഇത് മാത്രമാണ്. ഇത്രയും പേര് കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്തിട്ടും അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? 10-23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും അറ്റാക്ക് ചെയ്തിട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ എന്ന രീതിയിലാണ് ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരു വൃത്തിയും മെനയും എന്തൊരു സ്വഭാവം, തുണി കഴുകത്തില്ല, കാലിലെ നഖം കടിക്കുന്നു, ഒരു വൃത്തിയില്ലാത്തൊരു സാധനം. അതിന് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ മനഃപൂർവ്വം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ കുറ്റം പറയുകയല്ല, കണ്ടത് പറയുന്നു എന്ന് മാത്രം. ജിൻഡോയെ സംബന്ധിച്ച് ഇപ്പം ഒരു ഗെയിമർ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നെങ്കിൽ അത് ജിൻഡോ മാത്രമാണ്. പക്ഷേ ജിൻഡോയുടെ കയ്യിലും കുറേ കുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മുടി പിടിച്ച് വലിച്ചത് ഒരിക്കലും ജിൻഡോ അല്ലാതെ എടുത്ത് കാണിക്കുന്നുണ്ട്. ജിൻഡോ അല്ലാതെ ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വം ജിൻഡോയെ അത് എന്താ പറയുന്നത്, എന്നിട്ട് ജിൻഡോയെ ജാസ്മിൻ അടിക്കുന്നുണ്ട്. അതെന്തേ ഫിസിക്കൽ അസാൾട്ട് എടുത്താത്തത് ബിഗ് ബോസ്? അത് ബിഗ് ബോസ് ആ സമയത്ത് ഉറങ്ങിപ്പോയോ? പിന്നെ ഈ ഒരു കഴിഞ്ഞ സീസൺ അത് തന്നെ അഖിൽ മാരാരി പറയുന്നുണ്ട്, കഴിഞ്ഞ സീസൺ ഇതേപോലെ സെറീനയും സാഗറും ഭയങ്കരമായ പ്രണയം അവിടെ അഭിനയിച്ചു. എന്നിട്ട് ആരെങ്കിലും അവരുടെ പുറകിന് പോയാൽ അവർക്കാണ് റീച്ച് കിട്ടുന്നത്. ഇവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തങ്ങ് കളയാണ് അവിടെ ചെയ്തത്. പക്ഷെ വീണ്ടും ചർച്ച പോയത് ശോഭ അഖിൽ മാരാരി അവരുടെ ഒരു കോംബോയാണ് ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്തത്. ഇവിടെ അതിനേക്കാളെല്ലാം രസം പറഞ്ഞുതരും. അത് അഖിൽമാരാരെ എടുത്തു പറയുന്നുണ്ട് സായിയണ്ണൻ്റെ കാര്യം. സായിയണ്ണൻ കുറേ അഖിൽമാരെയൊക്കെ പിന്നെ കുറേ വലിച്ചു കീറി ഒട്ടിച്ച വ്യക്തിയാണ്. നമുക്ക് കാറി ഇരുന്നോണ്ട് നമുക്ക് ഇപ്പം ഞാൻ പോലും വീഡിയോ ചെയ്ത് നമുക്ക് എന്തും പറയാം. നമ്മൾ പുറത്ത് നിൽക്കുവാണ്, നമ്മുടെ ചുറ്റും നമുക്ക് TV ഉണ്ട്, പത്രമുണ്ട്, മൊബൈലുണ്ട്, നമ്മുടെ സ്വന്തക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയാം. നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഈ യുഗത്തിൽ. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന വ്യക്തികൾ അങ്ങനെയല്ല. ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് പോകുകയാണ്. കുറേ കൂട്ടങ്ങൾ 4 ചുറ്റും നിന്ന് ആക്രമിക്കുമ്പോൾ കഴിക്കാൻ കറക്റ്റ് ഫുഡ് പോലും ഇല്ല. നിങ്ങൾ ആലോചിക്കണം, കറക്റ്റ് ഫുഡ് പല ദിവസങ്ങളായി കിട്ടാതാകുമ്പോൾ വട്ടായി പോകും മനുഷ്യൻ, മെൻ്റലി സ്ട്രെസ്സായി പോവും. കറക്റ്റ് ഫുഡില്ല, ഒരു രീതിയിലുള്ള ഇല്ലാത്ത അവസ്ഥയിൽ എന്നിട്ട് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടുപോകും. അതിൻ്റെ ഏക ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ സായി തന്നെയാണ് ഉദാഹരണം. ആ കാറിനകത്തിരുന്ന് എന്തൊക്കെ വിടുവായിത്തൊരു വലിയ രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് ഇപ്പം സായി എണ്ണം പെട്ടാ ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പം എന്തോ അണ്ണ കാണിക്കുന്നത്? അണ്ണ എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത്? ഒന്നുമില്ല. വല്ല കാര്യമുണ്ട് ഇവിടെ ഇരുന്ന് കാറിൽ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും കിട്ടുമായിരുന്നു. ഇതുള്ള പേരും കൊണ്ട് കളഞ്ഞ് ഇനി ആരെങ്കിലും സായി അണ്ണനെ മൈൻഡ് ചെയ്യോ? എല്ലാവരും കിട്ടുന്നവരെല്ലാം തക്കത്തിന് സായി അണ്ണനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം അറ്റാക്ക് ചെയ്യും. അവർ കിട്ടിയ അവസരം എല്ലാവരും മുതലാക്കുക. പ്രത്യേകിച്ച് അഖിൽമാരാർ പറയുകയുണ്ടായി സായി അണ്ണൻ്റെ കാര്യം.
അതുപോലെ അഖിൽമാരാര് പറയുന്നുണ്ട് ഇപ്പം മനസ്സിലാവും സായണൻ എന്താണ് ബിഗ് ബോസ് എന്ന്. അവിടെ ചെന്ന് സ്വന്തമായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അപ്പം പിന്നെ അതിൽ എന്തുമാത്രം സ്ട്രെസ് എല്ലാം കണക്ക് കൂട്ടി മനസ്സിലാക്കി വേണം അത് പ്രസന്റ് ചെയ്യണം. ഇപ്പം തന്നെ സിജോയെ സംബന്ധിച്ച് സിജോയ്ക്ക് ഒരു സംഭവം സ്പീച്ച് കൊടുത്തപ്പോൾ സിജോ വന്നിട്ട് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പഠിച്ച് വന്നത് ഛർദ്ദിക്കുകയാണ്. വന്ന് കണക്കൂട്ടി ഡ്രാമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. സിജോയെ സംബന്ധിച്ച് കുറേ ഒരു ഹീറോയിസം രീതി സംസാരിച്ചിട്ട് സിജോയ്ക്കറിയാം ഇത് കട്ട് ചെയ്ത് സിജോയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഇട്ട് മാസ് ഡയലോഗൊക്കെ ഇട്ട് പുറത്ത് വീഡിയോസ് പറക്കുമെന്ന് സിജോയ്ക്കറിയാം. ആ രീതിയിലുള്ള ഡയലോഗ്സാണ് സിജോ പുറത്തേക്ക് വിടുന്നത്. മനസ്സിലായി? അങ്ങനെയല്ല കളിക്കേണ്ടത്. പ്രേക്ഷകരെ പറ്റിക്കുകയല്ല വേണ്ടത്. അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് പിന്നെ ഗെയിം ചെയ്യേണ്ടത്. 19 കണ്ടസ്റ്റൻസ് ഉള്ളതിൽ ഈ ഗബ്രിയും ജാസ്മിനും ഒക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരവിടെ എന്താ പഴം വിഴുങ്ങിയതാണോ? ഇവർക്ക് ആർക്കും കണ്ടന്റ് കൊടുക്കാൻ അറിയത്തില്ലേ? അതുകൊണ്ട് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ബിഗ് ബോസ് ഗതികേട് കൊണ്ട് ഏത് നേരവും ഇവരെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. വേറെ ചർച്ച ഈ വൃത്തിയില്ല ഈ ഒരു ചർച്ച, വേറെ ചർച്ചകളൊന്നും എന്തെല്ലാം വിഷയം കിടക്കുന്നു സംസാരിക്കാൻ. ഈ പ്രേക്ഷകർക്ക് എന്തൊക്കെ മെസ്സേജുകൾ നിങ്ങൾക്ക് കൊടുക്കുക, എത്ര നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുക. നിങ്ങൾക്കൊക്കെ എത്രയോ കഴിവുണ്ട്. ഇതൊന്നുമില്ല. എല്ലാം ഉറങ്ങി തൂങ്ങി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. എന്തോ ഈ ജനങ്ങൾ മൊത്തവും പിന്നെ എന്തിനാണ് ഏത് നേരം ഈ പിന്നെ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയെ അവൾ തുടി എഴുതുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, എന്തിനാണ് വീണ്ടും ഈ ജാസ്മിൻ്റെ പറയുന്ന എല്ലാവരും കൂടെ നടക്കണത്? അത് അവക്കല്ലേ പ്രൊമോഷൻ? അവളവിടെ ജയിക്കല്ലേ? നിങ്ങൾക്കൊന്നും വേറെ ഒരു കാര്യവും കണ്ടുപിടിക്കാനില്ലേ? പിന്നെ അഖിൽമാരാര് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ചുമ്മാ ഇരുന്ന ഡയലോഗ് നിങ്ങൾ അതിനകത്ത് ചെല്ലുക. അതിനകത്ത് ചെന്നാൽ മാത്രമേ ഷോ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത്. ഇത്തരം ചില വൃത്തികേടുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ടിൻഡോയെ ഒരു പാവമാണെന്നോ മറ്റുള്ളവരുമായിട്ട് ഒരുവിധം ഗെയിമിംഗ് സെൻസ് ഉണ്ടെന്നോ ഒരുവിധം സംസാരിക്കുന്നതിലൊക്കെ ഓക്കെയാണ്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഗബ്രിയെ പിടിച്ചിരുത്തി ആ സെറ്റിയിൽ അവിടെ ഇരുന്നു കുറേ ജിൻഡോയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. പിന്നെ അന്നേരം കാണിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. പുറകെ ജിൻഡോ ഇരുന്ന് എല്ലാം കേൾക്കുക, പമ്മി ഇരുന്ന് പറയുന്ന മൊത്തം കേൾക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കള്ളത്തരങ്ങൾ. അതുപോലെ തന്നെ ജയിലിൽ കിടന്നപ്പോൾ സിഗരറ്റ് വലിച്ച കാര്യം, എന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് ലൈറ്റർ ബുദ്ധിപൂർവ്വം ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ടാണ് ജിൻഡോ ജീവിച്ചു പോകുന്നത്. പ്ലാൻ ചെയ്ത് വന്നായിരിക്കും. അതേപോലെ സിജോ ഇപ്പം ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഭയങ്കര ഡ്രാമാറ്റിക്കലായിട്ട്, അതായത് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത് ഇവിടെ പറയണം, അപ്പോൾ പുറത്ത് അത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും, ഇത് ഇന്ന രീതിയിൽ പറയാം, പുറത്ത് എന്റെ ഫാൻസ് അത് ഏറ്റെടുത്ത് അവിടെ സംഭവിച്ചു ചെയ്യും. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുകയും ചെയ്യരുത്. സിജോയെ പറ്റി പറഞ്ഞിരുന്നു. സിജോയെ സംബന്ധിച്ച് അഖിൽമാരാര് പറഞ്ഞത് സത്യമാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് കുറേ മാസ് ഡയലോഗുകൾ പറയുക, അത് സംഭവം ശരിയാണ്. പിന്നെ അടുത്തത് വരുന്നത് അൻസിബയെ സംബന്ധിച്ച് അൻസിബ അടിപൊളിയായിട്ട് ഇത്രയും പേർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, കിച്ചൺ നല്ല പോലെ നോക്കുന്നുണ്ട്. പക്ഷേ അൻസിബയും കണ്ടന്റ് കൊടുക്കുന്നത് വളരെ ബാക്കിലോട്ടാണ്. പിന്നെ കുറച്ചെങ്കിലും കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന സിബിൻ ഒരു നല്ല എൻ്റർടൈനർ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സിബിൻ ഔട്ടായിപ്പോയി. പിന്നെ മുടിയനൊക്കെ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. മുടിയന് വ്യക്തമായ ഒരു സ്വന്തം അഭിപ്രായം പറയാൻ മുടിയൻ അറിയത്തില്ല. പ്രായത്തിൻ്റെ പക്വതക്കുറവാണ് എന്താണെന്നറിയത്തില്ല. ഇവരൊന്നും നല്ല ഒരു ഗെയിമേഴ്സ് അല്ല. എത്രയോ നല്ല ഗെയിമേഴ്സ് പുറത്ത് കിടപ്പുണ്ട്. അവരുടെയൊക്കെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ ഈ മുടിയനൊക്കെ. അത് വളരെ വിഷമം തോന്നിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. അതുപോലെ തന്നെ പിന്നെ ഗെയിമറാണ്, അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് പിടിച്ച് നിന്ന് ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്ത് നിൽക്കുക, ഇത്രയും ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. എത്രയൊക്കെ കുറ്റം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇത്രയും അനുഭവിച്ച് ആ ഹൗസിൽ നിൽക്കുന്നില്ലേ, അത് സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ഗബ്രി പക്ഷേ ആദ്യമേ പിന്നെ ജാസ്മിനെ പിന്നെ ടാർഗറ്റ് ചെയ്താണ്. ജാസ്മിന് പുറത്ത് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നും എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും കണ്ടിട്ട് മനഃപൂർവ്വം ഗബ്രി പിന്നെ ജാസ്മിനോട് അടുത്തതാണ്. അതിലൊരു സംശയവുമില്ല. ഇനിയുള്ള ദിവസമെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ, നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. പുറത്തിറങ്ങിയിട്ട് യമന ചേച്ചി പോലും പറഞ്ഞു, ഇങ്ങനെയും വീറും വൃത്തിയില്ലാത്തൊരു സാധനമുണ്ട്, കുളിക്കാൻ പറഞ്ഞാൽ പോയി കുളിക്കത്തില്ല. എൻ്റെ മോളങ്ങാണെങ്കിൽ നല്ല അടിയും കൊടുത്ത് ഞാൻ കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് തലവഴി ഒഴിച്ചു കൊടുത്തേനെ. ഇത് എൻ്റെ കുട്ടിയല്ലല്ലോ, ഇതൊരു ബിഗ് ബോസ് ഷോ ആയിപ്പോയല്ലോ എന്നൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട്. ആ ചേച്ചിക്കൊന്നും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് കണ്ടന്റ് കൊടുക്കുന്നവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഫേക്ക് ആയിട്ടുള്ളവർക്ക് മാത്രം നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ബിഗ് ബോസ്. അതുപോലെ തന്നെ ബിഗ് ബോസും ആരോടും ഒരു സെന്റിമെന്റ്സോ കാര്യങ്ങളിലും അവർക്ക് അവരുടെ TRP എങ്ങനെയെങ്കിലും കൂട്ടണം. എന്ത് വിഷയം എടുത്തിട്ട് ആരെ നെഗറ്റീവ് ആക്കിയിട്ടാണെങ്കിലും അവർക്ക് TRP കൂട്ടണം. അതാണ് ബിഗ് ബോസ്. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ ആങ്കറാണ്. ലാലേട്ടൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് അതെങ്ങനെ കറക്റ്റാക്കി പ്രസന്റ് ചെയ്യുക എന്ന ഒരു ഡ്യൂട്ടി മാത്രമേ ലാലേട്ടനുള്ളൂ. അല്ലാതെ വെറുതെ നിങ്ങൾ ലാലേട്ടനെ വെറുതെ പുച്ഛിക്കുക, അതൊന്നും അദ്ദേഹം ഒരു ലെജൻഡാണ്. മനസ്സിലായില്ലേ? ഇതിവിടെ പുറത്തുള്ള ആർക്കും അദ്ദേഹത്തെ പുച്ഛിക്കാനുള്ളൊരു അവകാശമൊന്നും ഇല്ല, അതിനുള്ള കഴിവ് ആർക്കും ആയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്രമാത്രം. ആരോടെയും അദ്ദേഹത്തിന് പ്രത്യേക സെന്റിമെന്റ്സും ഇല്ല. പിന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ്.
അത് കറക്റ്റ് എഡിറ്റ് ചെയ്തുമാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളെ കാണിക്കുന്നില്ല. അവർക്ക് എങ്ങനെ ഇപ്പം ഇതിലെ കണ്ടസ്റ്റൻസ് ഒരു രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ബിഗ് ബോസിൻ്റെ ഷോ കൊണ്ടുപോകുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഗെയിമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മളെ കാണിക്കാതെ മറച്ചു കളയുന്നുണ്ട്. അതിന് ഏക ഉദാഹരണം സിബിൻ പറഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയോ, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സത്യമാണ്. ഇപ്പോൾ അവർക്കൊരാളിനെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ അസുഖമാണ് അല്ല ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഇങ്ങനെ വേറെ രീതിയിൽ വേറെ ലെവലിലേക്ക് ആ ഒരു കാര്യത്തിനെ ആക്കിയിട്ടാണ് പ്രസൻറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. നമ്മളെ ശരിക്കും പൊട്ടരാക്കുകയാണ്. ബിഗ് ബോസ് നമ്മളെ നല്ല രീതിയിൽ പൊട്ടരാക്കുകയാണ്.